പിണറായിക്കുമിടയിലെ കത്തോലിക്ക സിമന്റ് നിർമ്മിത പാലമായ ബ്രിഡ്ജാസ് അലിയാസ് ബ്രിട്ടാസ് കറൻസിയിലെ ഗാന്ധിജിയുടെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് സത്യമാണെങ്കിൽ അത് എന്നേ വേണ്ട ഒന്നായിരുന്നു എന്നാണ് അഭിപ്രായം. ഗാന്ധിജി ദാരിദ്ര്യത്തെ മഹത്വൽക്കരിച്ച, സ്വയം ദാരിദ്ര്യം സ്വീകരിച്ച മനുഷ്യനായിരുന്നു. ബുദ്ധനെയും മഹാവീരനെയും പോലെ, ഇന്ത്യൻ ഋഷിമാരെ പോലെ. അങ്ങനെയുള്ള ഒരു മഹാന്റെ ചിത്രം കറൻസിയിൽ അച്ചടിക്കുക എന്നത് ഗാന്ധിജിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പണ്ട് MN റോയ് എന്നൊരു സഖാവ് ഉണ്ടായിരുന്നു ഭാരതത്തിൽ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാൾ. എല്ലാ അർത്ഥത്തിലും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു റോയ്. കപടവേഷങ്ങളിലോ അടവ് നയങ്ങളിലോ ഉഡായിപ്പ് മതേതരത്വത്തിലോ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോസ്റ്റുകളിൽ ഒന്നും തന്നെ വിഖ്യാത കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളായിരുന്ന റോയ് എന്ന കോമ്രേഡിനെ കാണിക്കാൻ പോലും സാധിക്കില്ല. പല സഖാക്കൾക്കും അങ്ങനെ ഒരാളെ അറിയുക പോലുമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തും റോയിയുടെ അനുഭവം ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യൻ മഹാരാജ്യം തന്നെ കേൾക്കാത്തതിൽ ദുഃഖിതനായ അദ്ദേഹം സുഹൃത്തായ രജനീഷ് ഓഷോയോട് ഒരിക്കൽ ഇക്കാര്യം തുറന്നു പറഞ്ഞു. കോട്ടും സ്യൂട്ടും ധരിച്ച് പൈപ്പും വലിച്ച് യൂറോപ്യൻ സ്റ്റൈലിൽ നടക്കുന്ന കാലത്തോളം റോയെ ഒരു ഈച്ച പോലും മൈൻഡ് ചെയ്യില്ല എന്ന് ഓഷോ അദ്ദേഹത്തോട് പറഞ്ഞു. ദാരിദ്ര്യം സ്വീകരിക്കുക, കുറഞ്ഞപക്ഷം ഗാന്ധിജിയെ പോലെ ഒറ്റ വസ്ത്രമെങ്കിലും ധരിക്കുക എന്നായിരുന്നു അദ്ദേഹത്തോട് ഓഷോയുടെ ഉപദേശം. എന്തായാലും റോയ് വേഷം കെട്ടലിന് തയ്യാറായില്ല. അദ്ദേഹം വിസ്മൃതിയിലാവുകയും ചെയ്തു. ഇന്ത്യ ദാരിദ്ര്യത്തെ മഹത്വൽക്കരിക്കുന്ന രാജ്യമാണ്. ചുടുകാടിനെ കൊട്ടാരമായി കാണുന്ന മഹാദേവന്റെയും സമ്പന്നതയും അധികാരവും ഉപേക്ഷിച്ച് ദാരിദ്ര്യം സ്വീകരിച്ച സിദ്ധാർത്ഥന്റെയും വർദ്ധമാനന്റെയും ജീവികന്റെയും അജിതന്റെയും മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ നിന്നും ഇന്ത്യൻ മനസ്സിന്നും മുക്തിയായിട്ടില്ല. എന്നാൽ അന്നത്തെ ഭാരതം അതിസമ്പന്നമായിരുന്നു. ദരിദ്രനെ കാണുവാൻ കിട്ടുന്നത് ഭിക്ഷയാചിക്കുന്ന ഭിക്ഷുക്കളെ കാണുമ്പോൾ മാത്രമായിരുന്നു. ദാരിദ്ര്യം കൊടികുത്തി നിൽക്കുന്ന വർത്തമാന ഭാരതത്തിൽ ദാരിദ്ര്യത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ നമ്മൾ മത്സരിക്കുമെങ്കിൽ പോലും ദാരിദ്ര്യത്തെ സ്വീകരിക്കാൻ ആരും തയ്യാറാവുകയില്ല. ദാരിദ്ര്യമുള്ള മണ്ണിൽ ഉപയോഗപ്രദമായ വളമാണ് ചാരിറ്റി. അതാകട്ടെ ഇവിടെ ഫലപ്രദമായി ഉപയോഗിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരും. ത്യാഗത്തിലൂടെ കത്തോലിക്ക മതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിച്ച തെരേസ്യൻ സിദ്ധാന്തം വിജയിച്ചത് അതിനാലാണ്. തിയറിറ്റിക്കൽ തെരേസ്യൻ സിദ്ധാന്തം ഉഡായിപ്പാണ്. അതിന് ക്രിസ്തുവുമായി ബന്ധമൊന്നുമില്ല. എന്നാൽ പ്രാക്ടിക്കൽ വശം നോക്കിയാൽ അത് 100% വിജയവുമാണ്. കാളി ക്ഷേത്രത്തിലെ പൂജാരി ഏതോ മാരക രോഗം വന്ന് അവശനായി കിടന്നപ്പോൾ അങ്ങേരെ നോക്കാൻ ഒരു ഹിന്ദുവും ഹൈന്ദവ സംഘടനയും അങ്ങോട്ട് ചെന്നില്ല. എന്നാൽ തെരേസ ചെന്ന് ശുശ്രൂഷിച്ചു, അന്നം കൊടുത്തു, രോഗം മാറ്റി. കത്തോലിക്ക മതത്തിലേക്ക് മാറ്റി ഗുരുദക്ഷിണയും വാങ്ങി. പേര് മാറ്റേണ്ട എന്ന നിർദ്ദേശം നൽകി. കോട്ടും സ്യൂട്ടും ഷൂസും സന്യാസ വസ്ത്രമായി നൽകി. ക്രിസ്തു മതത്തിൽ തുടരുമ്പോൾ തന്നെ ഏണസ്റ്റ് ക്രിക്കിന് സന്യാസ ദീക്ഷ നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക ഔന്നത്യം ഈ അവസരത്തിൽ ഓർക്കണം. മദർ തെരേസ സേവന സന്നദ്ധയായിരുന്നു. അതിനുള്ള മനസ്സും അവർക്കുണ്ടായിരുന്നു, ഫ്ലോറൻസ് നൈറ്റിംഗലിനെ പോലെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫ്ലോറൻസ് ഒന്നും ഒരു ലക്ഷ്യം വെച്ചല്ല സേവനം ചെയ്തത് എന്നാണ്. കുഷ്ഠരോഗികളുടെ അടുക്കൽ നിസ്വാർത്ഥ സേവനത്തിന് പോയ ഫാദർ ഡാമിയനും സ്വാർത്ഥത അശേഷമില്ലായിരുന്നു. എന്നാൽ മദറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സേവനങ്ങൾക്കും പിന്നിൽ ഒരു ടാർഗറ്റ് എത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അതിലവർ വിജയിക്കുകയും വിശുദ്ധ പട്ടം നേടുകയും ചെയ്തു. കാടുകയറിപ്പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഗാന്ധിജിയുടെ ചിത്രം നോട്ടുകളിൽ നിന്ന് മാറ്റുന്നത് എന്തുകൊണ്ടും അദ്ദേഹത്തോടുള്ള ആദരവ് തന്നെയായിരിക്കും. ഭാരതത്തിന്റെ കറൻസിയിൽ വരാൻ ഏറ്റവും യോഗ്യനായ ചരിത്ര പുരുഷൻ ഇന്ത്യയുടെ സുവർണകാലത്തെ നയിച്ചിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനാണ്. അതിനൊപ്പം മഹത്വം മറ്റൊരു നേതാവിനുമില്ല തന്നെ. കറൻസിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രൗഢി വേണ്ടേ? അതുപോലെ ഐശ്വര്യവും ഭംഗിയും വേണമെങ്കിൽ ഒരറ്റത്ത് ലക്ഷ്മി ദേവിയും വേണം. സമ്പത്തിന്റെ ഇന്ത്യൻ ദേവതയാണല്ലോ ലക്ഷ്മി. ഇതിന് മതേതരത്വ കിതേതരത്വ കരച്ചിലുകൾ അവഗണിക്കുക തന്നെ വേണം. സ്വന്തം പേരുകൾ മറക്കാതെ അമേരിക്കയിൽ കുടിയേറിയ യൂറോപ്യൻ ജനതയ്ക്ക് അവരുടെ സ്പേസ് പ്രോഗ്രാമുകൾക്ക് അപ്പോളോ, ആർട്ട്മിസ്, ജൂണോ എന്നൊക്കെ ദൈവങ്ങളുടെ പേരിടാമെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്മിക്ക് ഇന്ത്യൻ കറൻസിയിലും ഇരിക്കാം.